തിരുവനന്തപുരം നഗരസഭയുടെ വികസന മാതൃകകൾക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് മേയർ വി രാജേഷ് നടത്തിയ അമേരിക്കൻ സന്ദർശനം വൻ വിജയമായി പൂർത്തിയാകുന്നു. തലസ്ഥാന നഗരിയുടെ സമഗ്ര വികസനവും ലോകോത്തര ആരോഗ്യ സാങ്കേതിക പങ്കാളിത്തങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു 8 ദിവസം നീണ്ടുനിന്ന ഈ നിർണായക വിദേശയാത്ര. അമേരിക്കൻ മലയാളി സംഘടനകളുടെയും പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും നഗരഭരണാധികാരികളുടെയും പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ ഈ യാത്രയ്ക്ക് സാധിച്ചു. അമേരിക്കൻ യാത്രയുടെ നീളം ശ്രദ്ധേയമായത് ലോകപ്രശസ്ത അർബുദരോഗ വിദഗ്ധൻ ഡോക്ടർ MV പിള്ളയുടെ പ്രതികരണമാണ്. ചലച്ചിത്ര താരം പൃഥ്വിരാജിന്റെ അമ്മാവനും മല്ലിക സുകുമാരന്റെ സഹോദരനുമായ ഡോക്ടർ MV പിള്ള മേയർ വി രാജേഷിന്റെ ചടുലമായ പ്രവർത്തനങ്ങളെയും ദീർഘവീക്ഷണത്തെയും വാനോളം പുകഴ്ത്തുകയായിരുന്നു. വന്നു കണ്ടു കീഴടക്കി എന്ന ആപ്തവാക്യം ഉദ്ധരിച്ചാണ് തലസ്ഥാനത്തിന്റെ വികസന നായകന് അദ്ദേഹം ആവേശകരമായ പ്രശംസാ കത്തയച്ചത്. മുൻകാലങ്ങളിൽ സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ രംഗത്ത് സജീവമായി ഇടപെട്ടിട്ടുള്ള ഡോക്ടർ MV പിള്ള പിണറായി സർക്കാരിന്റെ കാലത്തുപോലും ഇത്തരമൊരു തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ വി രാജേഷിന്റെ വികസന കാഴ്ചപ്പാടിലും ആത്മാർത്ഥതയിലും ബോധ്യപ്പെട്ടാണ് ഡാളസിൽ നിന്ന് അദ്ദേഹം ഈ പിന്തുണ അറിയിച്ചത്. ഡാളസിൽ നിന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ ഉദ്യോഗസ്ഥനായ ശ്രീകുമാറിനും വി രാജേഷിനുമായി അയച്ച കത്തിൽ നഗരത്തിന്റെ ആരോഗ്യ വിപ്ലവത്തിനുള്ള വ്യക്തമായ രൂപരേഖയാണുള്ളത്. വർഷങ്ങളായി മാലിന്യത്തിന്റെ ദുർഗന്ധവും സമരങ്ങളും കാരണം പുകഞ്ഞിരുന്ന വിളപ്പിൽശാലയുടെ കളങ്കം കഴുകിക്കളയാൻ വൻ പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയുടെ സഹകരണത്തോടെ ഒരു സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് വിളപ്പിൽശാലയിൽ ഉയർത്താൻ ഡോക്ടർ MV പിള്ള നിർദ്ദേശിച്ചു. ഒരു കാലത്ത് ചപ്പുചവറുകൾ തള്ളാൻ ഉപയോഗിച്ചിരുന്ന കാട്ടാക്കട മണ്ഡലത്തിലെ വിസ്തൃതമായ തരിശുഭൂമി ഇനി ലോകോത്തര ആരോഗ്യ ഗവേഷണ കേന്ദ്രമായി മാറും. വിളപ്പിൽശാലയിലെ ഈ വൻകിട പദ്ധതിക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡോക്ടർ MV പിള്ള പ്രത്യാശ പ്രകടിപ്പിച്ചു. കോവിഡ് കാലത്ത് ലോകത്തിന് മാതൃകയായ സൂചികകൾ നൽകിയ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ഷെൽബി കുട്ടി വൈകാതെ തന്നെ മേയറുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. 1998 സിംഗപ്പൂരിലേക്ക് മാറ്റിവെച്ച സമാനമായ നിർദ്ദേശങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് തലസ്ഥാനത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂജേഴ്സിയിൽ വെച്ച് നടന്ന നാമം അവാർഡ് ദാന ചടങ്ങിലാണ് മേയറും ഡോക്ടർ MV പിള്ളയും തമ്മിൽ ദീർഘനേരം ആദ്യഘട്ട ചർച്ച നടത്തിയത്. തലസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ മെഡിക്കൽ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്താമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വരുന്ന സെപ്റ്റംബർ മുതൽ 2027 ഏപ്രിൽ വരെ താൻ നാട്ടിലുണ്ടാകുമെന്നും പദ്ധതി പൂർണ്ണതയിലെത്തിക്കാൻ എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും ഡോക്ടർ MV പിള്ള ഉറപ്പു നൽകിയിട്ടുണ്ട്. മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ നാളുകളിൽ തന്നെ അമേരിക്കൻ മലയാളി സംഘടനയായ ഫോക്കാനയുടെ ഭാരവാഹികൾ നഗരസഭാ ഓഫീസിലെത്തി മേയറെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഫിലാഡൽഫിയയിൽ നടന്ന ഫോക്കാന സമ്മേളനത്തിൽ പങ്കെടുത്ത മേയർ ടെക്സസ്, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, ഹൂസ്റ്റൺ തുടങ്ങിയ സ്ഥലങ്ങളിലെ മലയാളി സമൂഹമായും തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രമുഖരുമായും ആശയവിനിമയം നടത്തി. മേയറുടെ യാത്രയുടനീളം ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് നഗരസഭയുടെ ചുമതലകൾ നിർവഹിച്ചു. യാത്രയുടെ പ്രധാന ഘട്ടത്തിൽ വാഷിംഗ്ടൺ DCയിലെ ഇന്ത്യൻ എംബസി മേയറും സംഘവും സന്ദർശിച്ചു. സാംസ്കാരിക വിഭാഗത്തിന്റെ ചുമതലയുള്ള കൗൺസിലർ ദേവേഷ് കുമാർ ബെഹ്റ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു. തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക പെരുമ അമേരിക്കയിൽ എത്തിക്കുന്നതിനും വികസന പദ്ധതികൾക്ക് വേഗത കൂട്ടുന്നതിനും എംബസിയുടെ സഹായം ഉറപ്പാക്കാൻ സാധിച്ചു. തിരുവനന്തപുരം നഗരസഭയും അമേരിക്കൻ നഗരങ്ങളും തമ്മിൽ വിവരസാങ്കേതിക വിദ്യാരംഗത്ത് സഹകരിക്കാൻ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകളുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ എംബസിയുടെ നിരന്തര ഇടപെടൽ ഉണ്ടാകും. നഗരസഭ അവതരിപ്പിച്ച വികസന രേഖകൾക്ക് എംബസി ഉദ്യോഗസ്ഥരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത്. യാത്രയുടെ ഭാഗമായി മുസൂറി സിറ്റി മേയർ റോബിൻ ഏലക്കാട്ടുമായും അദ്ദേഹത്തിന്റെ വിദഗ്ധ സംഘമായും മേയർ വി രാജേഷ് ദീർഘനേരം ചർച്ച നടത്തി. വൻ സജ്ജീകരണങ്ങളോടെയാണ് നഗരസഭാ അധികൃതർ ഈ ചർച്ചയ്ക്കെത്തിയത്. തെരുവുനായ്ക്കളുടെ സംരക്ഷണം, സാങ്കേതിക വിദ്യ എന്നിവയിലായിരുന്നു പ്രധാന ശ്രദ്ധ. മുസൂറിയിലെ തെരുവുനായ്ക്കളുടെ സംരക്ഷണ കേന്ദ്രവും മാലിന്യ സംസ്കരണ പ്ലാന്റുകളും മേയറുടെ സംഘം നേരിട്ട് സന്ദർശിച്ചു വിലയിരുത്തി. അവിടെ ഉപയോഗിക്കുന്ന മാലിന്യശേഖരണ വാഹനങ്ങളുടെ പ്രവർത്തനവും നിരീക്ഷിച്ചു. അമേരിക്കയിലെ ആധുനിക മാതൃകകൾ തിരുവനന്തപുരം നഗരത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്തിന്റെ നിലവിലെ IT വികസനം മുസൂറിയിലെ വിദഗ്ധ സംഘത്തിന് മുന്നിൽ മേയർ വിശദീകരിച്ചു. ഇരു നഗരങ്ങളും ചേർന്ന് സാങ്കേതിക മേഖലയിൽ എവിടെയൊക്കെ സഹകരിക്കാമെന്ന് പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. ഇതിന്റെ തുടർച്ചയായി സംസ്ഥാന മുഖ്യമന്ത്രിയുമായും സംസ്ഥാന IT മന്ത്രിയുമായും ഉന്നതതല ചർച്ചകൾ നടത്തും. അമേരിക്കയിൽ ലഭിച്ച വാഗ്ദാനങ്ങളും പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിനായി മേയർ ഉടൻ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി, കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ എന്നിവരുമായി വിശദമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാൻസർ ഗവേഷണ കേന്ദ്രവും രോഗനിർണയ സംവിധാനങ്ങളും തലസ്ഥാനത്ത് സ്ഥാപിക്കുക എന്ന ദീർഘകാല സ്വപ്നമാണ് ഇതിലൂടെ പൂവണിയുന്നത്. അമേരിക്കൻ മലയാളികളുടെ അനുഭവ സമ്പത്തും സാങ്കേതിക വിദ്യയും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം പൂർണ്ണമായും കൈവരിച്ചാണ് മേയർ തിരിച്ചെത്തുന്നത്. നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലാകുന്ന ഇത്തരം അന്താരാഷ്ട്ര ബന്ധങ്ങൾ വികസിത അനന്തപുരി എന്ന സ്വപ്നത്തിലേക്ക് തലസ്ഥാനത്തെ വേഗത്തിൽ എത്തിക്കും എന്നതിൽ സംശയമില്ല.